ഗൈസ് ഇങ്ങനെ പള്ളിയിലെത്തി. വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇതുപോലെ വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാം. ഇതാണ് എൻ്റെ പള്ളി. ഈ പള്ളി കയറിയിട്ട് പള്ളിയിലത്തെ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല, നോക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇനി വല്ല പരിപാടി ഉണ്ടെങ്കിലും എടുക്കണ്ട്. പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടേ പള്ളീൻ്റെ അത് കഴിഞ്ഞിട്ട് എന്തേണ്ട അത് എടുക്കാം. ഓക്കെ, ഞാൻ പള്ളി കയറട്ടെ, സമയം നമുക്ക് കാണിക്കാം. ചെറിയൊരു പ്രശ്നമുണ്ടായി. പള്ളി കയറി ആണല്ലേ സംഭവം നടന്നത്. അതിന് ശേഷം പള്ളിയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ചിരിച്ചിട്ട് വയറൊക്കെ കൊടുത്ത് ഇതിന്റെ കണ്ണെന്നൊക്കെ വെള്ളം വന്ന് എമ്മാതിരി ചിരിന്നറിയോ. അയ്യോ സീനായിരുന്നു, ശരിയായ ചിരിയായിരുന്നു. അവിടെ ഇരിക്കാൻ പറ്റാ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. എന്താണ് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഇരിക്കാൻ പറ്റില്ല. പള്ളിയിൽ ഇരുന്ന് ചിരിച്ചാൽ നല്ല ചീത്ത വെക്കും. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഈ കുറച്ച് രണ്ട് ചിരിയൊക്കെ പോയിട്ട് കയറാം. അയ്യോ റീസൺ എന്താ ഞാൻ കുറച്ച് കണ്ട് പറഞ്ഞുതരാം കേസ്. ഓക്കെ, പറ്റില്ല. കുറേ നേരമായിട്ട് ചിരിയോട്ട് ചിരി, വെറുതെ ചിരി. എപ്പോഴാണ് നിൽക്കാതെ ഒരു പിടിക്കില്ല. ഇന്ന് പള്ളി കയറല്ലാവില്ല, പള്ളി കയറല്ലാവില്ല. ഇത് കഴിഞ്ഞിട്ട് വല്ല പരിപാടി ഉണ്ടായി കാണാം. ഓക്കെ, മറ്റാള് പള്ളി കയറി. ഇല്ല, ലാസ്റ്റ് കയറിയില്ല. എന്തായാലും സീനാവും. ഞാൻ കയറിയില്ല. എനിക്കിവിടെ എത്തിയപ്പോഴും മറ്റേ സാധനം ഇങ്ങനെ വരും. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊരു ടാറ്റേൻ്റെ വണ്ടി വന്ന്. അപ്പം അതൊന്ന് നോക്കി. അപ്പം മറ്റാള് എൻ്റെ കൂടെ ഉള്ള ഏട്ടൻ ഇരിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ ടാറ്റേൻ്റെ വണ്ടി നോക്കി, മൂപ്പര് ഇരിക്കാൻ വേണ്ടി പോയി. ഇപ്പം ഞാനും ഇരിക്കാൻ വേണ്ടി പോയി. അല്ല മോനെ, ഇരിക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാവരും നിൽക്കുകയായിരുന്നു. തുടങ്ങിയില്ലേ ചിരി. എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഉറക്കാനെ ചിരിക്കാൻ തുടങ്ങിയ പള്ളിയിൽ. അങ്ങനെ അറിയാതാ. അതിനെക്കാട്ടി നല്ല ഇറങ്ങുന്നതല്ലേ, ചിരിക്കുന്നതിനെക്കാട്ടി അല്ല. അതുകൊണ്ട് അറിയാതാ. പറയണ്ട മക്കളെ. ഇപ്പോഴാണ് നോക്കിയത്. വയറൊക്കെ കൊളത്തി പിടിച്ചിട്ടേ പ്രശ്നമായിരുന്നു. അതാ പള്ളീൻ്റെ പുറത്തുണ്ട്. അങ്ങനെ ഇരിക്കുക. അതാരാ അങ്ങനെ ഇരിക്കുക. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വല്ല പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ചിലപ്പോൾ പോകുന്നത്. നോക്കട്ടെ, എങ്ങനെ പോവുകയാണെങ്കിൽ അപ്പോൾ വീഡിയോ എടുക്കാം. ഓക്കെ, എന്നൊരു ഗോപ്രോയിൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ ചാൻസ് ഉണ്ടാവും. ഗോപ്രോയിൽ ചേട്ടൻ്റെ കമ്പനിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപ്രോ ഉണ്ട്, ഇപ്പോൾ വീഡിയോ എടുക്കാം. കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാം. ഓക്കെ, പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ സാധനം തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കാര്യമൊക്കെ അരുത്. വ്ളോഗ് തുടങ്ങിയിട്ടൊക്കെ അല്ലേ ഉള്ളൂ, അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ പോവാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേട്ടൻ്റെ വീടുണ്ട്. മൂപ്പരെ വീട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ളവർ സെറ്റ് ചെയ്തിട്ട് ആനക്കാമ്പോയിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ക്യാമറ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഗോപ്രോ എടുക്കണമെന്ന്. ഗോപ്രോ ഉള്ള ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് പോകും. അവിടുന്ന് ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ കാണുന്ന വീഡിയോ ചിലപ്പോൾ അതിൻ്റെ അകത്തു നിന്നായിരിക്കും. ഓക്കെ, ഇതുവരെ ഞാൻ എൻ്റെ ഫോണിലെടുത്തതാണ്. പിന്നെ കാണുന്ന വീഡിയോ ഞാൻ അതിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ ബാക്കി ഞാൻ അവിടെ എത്തിയിട്ടാണ്. മൂപ്പര് വീട്ടിലെത്തിയിട്ട് ആ ഗോപ്രോൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ശരി, അന്ന് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് അങ്ങനെ വീട്ടിലെത്തി. ഗോപ്രോ കാണാൻ വേണ്ടി പോവാ. മുകളിലേക്ക് കയറുകയാണ്. ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എല്ലാവിധ സാധനങ്ങളും എനിക്കുണ്ട്. എവിടെ ഇതാ ഗോപ്രോ? ആണ് ഗോപ്രോ ഗൈസ്. എൻ്റെ വലിയ വെയിറ്റ് ഇല്ല കേട്ടോ. ഞാൻ നല്ല വെയിറ്റുള്ള സാധനമാണ്. ഇതാണ് സാധനം. ഇനി വരാൻ പോകുന്ന വീഡിയോ ഇതിൻ്റെ അകത്തേക്ക് അയക്കും. ഇതാണ് അതിൻ്റെ സുന പൊളിച്ച്. അപ്പം എന്തായാലും ഇത് വെച്ചിട്ടായിരിക്കും ഗൈസ് വീഡിയോ. അടുത്ത വീഡിയോ ഇത്. ഓക്കെ, ഈ പോകുമ്പോഴുള്ള വീഡിയോ കാണാം. ഓക്കെ, ശരി. എന്നാൽ ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. ആദ്യമായിട്ടാണ്
ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നത്. സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഗോപ്രോ അടിച്ചു പോയി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗോപ്രോ അടിച്ചു പോയി. അതായത് പുള്ളിക്ക് കിട്ടിയിട്ട് പുള്ളി അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ബാറ്ററി അടിച്ചു പോയി. അതുകൊണ്ട് അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫോണിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ ഈ ഇലക്കേട്ടെ മറ്റേ ഇത് മേടിച്ചത്, എന്ത് സെൽഫി സ്റ്റിക്ക് മേടിച്ചെന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കാണാം ബാക്കി. ഓക്കെ അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. നല്ല വഴി, പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. നല്ല വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക. നല്ല പ്രകൃതി പോകുന്ന വഴിയുടെ ഇങ്ങനെ കാണിച്ചു. മൃദുഭാവേ ദൃഢകൃത്യേ പുതിയ മാർഗം പുതിയ ലക്ഷ്യം പ്രതിദിനം പൊരുതണം പൊരുതണം. മൃദുഭാവേ ദൃഢകൃത്യേ പുതിയ മാർഗം പുതിയ ലക്ഷ്യം പ്രതിദിനം പൊരുതണം പൊരുതണം. നമ്മളിപ്പോ പോണ സ്ഥലം എന്ന് പറയുന്നത് ഭൂമിയുടെ അറ്റം എന്നൊക്കെയാ പറയണേ. അവിടെ വരെ സ്ഥലമുള്ളൂ എന്നാ തോന്നുന്നല്ല. അവിടെ വരെ റോഡുള്ളൂ പോലും. ഏതാണ്ട് എത്താനായ മാതിരിയാ. അടിപൊളി റോഡാ. റോഡിന്റെ പണിയെടുക്കുന്നതിനെ കൊണ്ട് അടിപൊളിയാ, ഒന്നും പറയാനില്ല. എത്താനായിന്നാണ് കൊറേ നേരം ഇത് പറയുന്നു. വലിയ സൈറ്റായി. കൊറേ നേരത്തിന് ശേഷം ഇവർക്ക് നിർത്താൻ തോന്നി. ചന്തി എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടോന്ന് ഡൗട്ടാ. നല്ല ഡൗട്ടാ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കട്ടെ. നല്ല സ്ഥലം കേട്ടോ അല്ലേ? സത്യം. ഞാന് ആ വരുന്ന വഴിക്ക് ഒരു വെള്ള വീട് വലുത് മുറ്റുള്ള ഈ സാധനം അടിപൊളി വീട്. അതേമാതിരത്തെ വലിയ വീട്. നല്ല ഒരു വീടില്ല ഈ വരുന്ന വഴിക്ക്. എന്തായാലും പോകുമ്പോ കാണാം. അതേമാതിരി ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. എന്തായാലും പോയി കാണാം. സത്യം പോയി കഴിക്കട്ടെ. വിശക്കുന്നുണ്ട്. ചായ കുടിച്ച് ഞാൻ ലൈമ കുടിച്ച. എന്തായാലും ലൈമ ചൂടൊക്കെ അല്ലേ. എന്താ ഇനിയിപ്പോ എന്റെ ഫോണില് ചാർജ് ചെയ്യാനായി. ഞാൻ മിക്കവാറും ഇവിടെ എത്തിയിട്ട് സ്ഥലം കാണിച്ചിട്ട് മിക്കവാറും ഇത് വ്ളോഗ് ഞാൻ ചിലപ്പോ ചവിട്ടും. കാരണം ചാർജ് തീരാനായി. അപ്പൊ എന്തായാലും ഇനി അത് പിന്നെ ഇനി പിന്നെ എപ്പോഴും കാണാം. പിന്നെ എപ്പോഴല്ല ഇനി ഡെയിലി വീഡിയോസ് ഉണ്ടാവും. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യണം. ഇതൊന്ന് സഹായിക്കുക. ഓക്കെ, ആ സബ്സ്ക്രൈബ് ബട്ടൺ വെറുതെ അമർത്തിയാൽ പോരെ, വേറെ കണ്ടപ്പോന്നില്ലല്ലോ. ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ ലോങ് ടൈം ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ എത്തി. കുറേ നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം അങ്ങനെയുണ്ട്. കുറേ നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം സ്ഥലത്തെത്തി. അങ്ങനെ നടക്കട്ടെ. ഇനി കുറേ ഉണ്ടോ ഗൈസ്? നല്ല സ്ഥലം കേട്ടോ. വരുന്ന വഴിക്ക് കുറേ കുരിശുപള്ളിയുണ്ട്. ദൈവത്തിനെ പ്രസാദിച്ചിട്ടാണ് ഇങ്ങോട്ട്. ഇത്ര ആൾക്കാരായിട്ടാണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കൂടി. വെറുതെ അവിടെ വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ കേട്ടോ. പിന്നെ ഞാൻ പറയണ കേട്ടോ. പിന്നല്ല, പിന്നെ ചാർജ് തീരാനായി. നേരത്തെ പറഞ്ഞാൽ ഇവിടെ ആ സ്ഥലം കാണിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ട് ഞാൻ പോകും. മനസ്സിലായില്ലേ? പിന്നെ നാളെ വരാം. പിന്നെ ഇതേമാതിരി വല്ല എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് തരും. എന്തെങ്കിലുമൊക്കെ ഒരു വെറുതെ എങ്ങനെ വ്ളോഗ് ചെയ്ത് തന്നിട്ട് കാര്യമില്ല. വെറുതെ എങ്ങനെ വ്ളോഗ് ചെയ്തിട്ട് കാര്യമില്ല. വലിയ ടാസ്ക് ഒക്കെ തന്നെ ഞാൻ ഏറ്റെടുക്കും കേട്ടോ. പറ്റണതാണെങ്കിൽ ഞാനത് ചെയ്യും. ഓക്കെ, വെള്ളത്തിന്റെ ഒച്ച കേൾക്കുന്നുണ്ടോ? അരിവീട് ഒച്ച ഞാൻ കേൾക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ അതാ ഞാൻ വെള്ളത്തിന്റെ ഒച്ച.
നമ്മളെ കൂടെ അതെ 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 ഡെസ്റ്റിനേഷൻ എവിടെ? ഡെസ്റ്റിനേഷൻ എവിടെ? ഈ ഒരു സ്ഥലത്ത് കൂടെയാണ് കഴിച്ച് ഞങ്ങൾ നടന്നു പോണത്. രസമുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് കഴിച്ച ഒരു തണുപ്പ് വന്നത്. സത്യം. ഞാൻ അവിടെ എത്തട്ടെ, അവിടെ എത്തിയിട്ട് ബാക്കി. സ്ഥലത്തെത്തി കഴിച്ച് വ്യത്യസ്തമായ കണ്ടോ? എങ്ങനെ 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 താഴത്തു കൂടെ ഇറങ്ങാം? താഴത്തു കൂടെ ഇറങ്ങി ഞാനേ താഴത്തു കൂടെ ഇറങ്ങിയിട്ട് എവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കുക. കാരണം അത് കൂടെ വഴുക്കലുണ്ട്. ഓക്കെ, കല്ലു കൂടെ നടക്കാണ് ഗൈസ്. മനസ്സിലായില്ലേ? എൻ്റെ ഫോണൊക്കെ പോയി കഴിഞ്ഞാൽ രസമുണ്ട് കേട്ടോ. ഒരു ട്രക്കിംഗ് ടൈപ്പ് ആയിരിക്കും. നോക്കട്ടെ, വെള്ളമുണ്ടോ? അയ്യടാ, ഇതാണ് സ്ഥലം. ഇത് കാണാനാണ് ഇവരെയും കൂട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. എങ്ങനെയുണ്ട് സ്ഥലം? എന്താ അപ്പോളെ സ്ഥലം കാണാനേ, ഇതിപ്പോ കാണാൻ മാത്രം ഒന്നും ഇല്ലല്ലോ. എന്നാ ഞാന് മൈൻഡപ്പ് ചെയ്യണേ. അങ്ങനല്ല, ഞാൻ നോക്കുന്നത് കാണാൻ മാത്രം ഒന്നുമില്ലല്ലോ എന്നോ. എന്നാല് വ്ലോഗ് നിർത്തട്ടെ, കാരണം ചാർജ് ഇല്ല. പിന്നെ ഇനി 2 മിനിറ്റ് 37 സെക്കൻഡ് ഇനി വീഡിയോ എടുക്കാനും പറ്റുള്ളൂ. സ്പേസും തീർന്നത് എന്നാ പറയാളഞ്ഞ ഫോണാണ്. അപ്പോൾ ശരി എന്നാല് ഓക്കെ, പോട്ടെ, ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ ശരി എന്നാല് പറഞ്ഞൊക്കെ ഓർമ്മ. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആക്കെ ഒന്ന് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, അനുഗ്രഹിക്കാം. ഓക്കെ, ടാറ്റ. പിന്നൊരു വീഡിയോയിൽ വരാം. സോറി ഗൈസ്, നേരത്തെ ബായ് പറഞ്ഞു പോയതിനെ ഒന്നുകൂടി വന്നു. കാരണം ഈ സ്ഥലം കണ്ടിട്ട് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല നല്ല സ്ഥലം, കുറേ കിതച്ചിട്ടോ, ഒരുപാട് കയറാണ്ട് ഇങ്ങോട്ട്. സ്ഥലം ഞാൻ കാണിച്ചത് സ്ഥലം നല്ല പച്ച കളറ് വെള്ളം, അടിപൊളി സ്ഥലമല്ലേ ശിയെ? നല്ല സ്ഥലം. എങ്ങനെയുണ്ട് കയറിയപ്പോൾ എക്സ്പീരിയൻസ്? അപ്പോളേ ഇപ്പം ശരിക്കും പോവാം. ഞാൻ ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ. ഞാൻ ആദ്യം ഒന്ന് ഇരുന്നിട്ട് ഈ കിതപ്പൊന്ന് മാറിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. മമ്മിക്ക് അറിയില്ല ഇവിടെ ഇറങ്ങണ കാര്യം. എൻ്റെ അമ്മയ്ക്കും അറിയില്ല, ഇലക്കേട്ടൻ്റെ അമ്മയ്ക്കും അറിയില്ല. എൻ്റെ വീട്ടുകാർക്ക് ഞാൻ പോണതേ അറിയില്ല, അത് വേറെ കാര്യം. അപ്പോളേ എന്നാൽ ഇറങ്ങട്ടെ. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ടാവും. ഓക്കെ, ഇപ്പം ശരിക്കും ബൈ. ഇനി ഇല്ല കേട്ടോ, ടാറ്റ. ഇനി അടുത്തായത്. ഓക്കെ, ബൈ 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 ബൈ. സബ്സ്ക്രൈബ് ബെല്ലേക്ക് ഷെയർ